ഞാനിന്ന് രാവിലെ സോണിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആലോചനയിലായിരുന്നു. നമ്മുടെ സ്വിഗ്ഗിയുടെ ഏതെങ്കിലും ഒരു ഫീച്ചർ നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ കൊതിച്ചു പോവാണ് ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സ്വിഗ്ഗി വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആനുകൂല്യങ്ങളും നമുക്ക് എടുത്ത് കളയാണ് ഉണ്ടായത്. അപ്പം ഇനി ഒരു സ്വിഗ്ഗിയുടെ ഏതെങ്കിലും ഒരു ഫീച്ചറിൽ മാറ്റം വരുന്ന സമയത്ത് ഇത് കുഴപ്പമില്ല, നമുക്ക് ഉപകാരപ്രദമായല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പം ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഡെയിലി പറയും പോലെ 800 രൂപയാണ് ടാർഗറ്റ്. ഇന്നും മുഴുവൻ സ്ലാബ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 800 രൂപയൊക്കെ നമുക്ക് കിട്ടും ഗൈസ്. ഇപ്പം നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 45 മിനിറ്റ് കറക്റ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് സ്വിഗ്ഗി ഒന്നും അടിയാത്തത് കൊണ്ട് പോർട്ടർ ആപ്പിൽ എന്തെങ്കിലും ഓർഡർ കിട്ടുമെന്ന് നോക്കി, അതിലും അടിഞ്ഞില്ല. രണ്ടും കൂടെ ഞാൻ ഓണാക്കി. അപ്പോൾ ഇപ്പോൾ സ്വിഗ്ഗി നമുക്ക് ഫസ്റ്റ് ഒരു ഓർഡർ അടിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റ് ഞാൻ കാത്തിരുന്നിട്ടാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. അതും സൽക്കാര ബൈ പാരഗൺ നടക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി 30 days 30,000 ചാലഞ്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് ഡെയിലി 1000 രൂപ അടിച്ചിട്ട് മാത്രമേ നമ്മൾ വീട്ടിൽ പോകുള്ളൂ എന്ന രീതിയിൽ ഒരു ചാലഞ്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഫസ്റ്റത്തെ ഇന്ന് 1 മണിക്കൂർ പോസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ആ ചാലഞ്ച് വേണ്ടാന്നങ്ങോട്ട് വെക്കുകയാണ് ഞാൻ ഉണ്ടായത്. പറന്നാണല്ലോ വരുന്നത് രാവിലെയൊക്കെ. ശരിക്കും രാവിലെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കാൽനട യാത്രക്കാര്, അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാര്, വണ്ടികള്, ഇവരൊക്കെ റോങ് സൈഡും അല്ലാത്ത വൺ സൈഡ് കയറി പോകുന്ന ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് സൈഡും വരും. ഓപ്പോസിറ്റ് സൈഡ് കയറി പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് വരും. ഞാൻ ആ ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയിട്ട് രാത്രി 10 മണിക്കായിരിക്കും വീട്ടിൽ തിരിച്ചു പോകുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി സൽക്കാര ബൈ പാരഗണിൽ എത്തിയിരിക്കുകയാണ്. 3 അപ്പവും ഒരു എഗ് റോസ്റ്റുമാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 33:19. പിന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലത്തേക്കാളും കൂടുതൽ ഓർഡർ കിട്ടുന്നത് രാത്രിയാണെന്ന്. മേ ബി കറക്റ്റ് ആയിരിക്കാം. ഒരു 3-4 ഓർഡറിന് മാത്രമേ വ്യത്യാസം, 2-3 ഓർഡറിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയുള്ള ഷിഫ്റ്റിലും രാവിലെ 11 മണി to 4 മണി വരെയുള്ള ഷിഫ്റ്റിലും ഞാൻ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പോ കുറച്ചു കാലം മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ ഈ 11 to 4 ഓടാനായിട്ട് തുടങ്ങിയിട്ട്. അതിനു മുന്നേട്ട് രാത്രി 6 മണി തൊട്ട് 11 മണി വരെ ആയിരുന്നു നമുക്ക് ഷിഫ്റ്റ്. അതായത് ഈവനിങ് ടൈം ആയിരുന്നു നമുക്ക് ഷിഫ്റ്റ് വരുന്നത്. പക്ഷെ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 11 to 4 ടൈമിൽ നമ്മൾ 6 മണിക്ക് തൊട്ട് ഇവിടെ ലോഗിൻ ചെയ്യുന്ന സമയങ്ങളിൽ ഓർഡർ ഉള്ള സമയത്ത് നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ഡ്യൂട്ടി തീർത്തിട്ട് പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓർഡർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് ടൈമിലാണെന്നുണ്ടെങ്കിലും സ്വിഗ്ഗി നന്നായിട്ട് തന്നെ ഓർഡർ അടിക്കും. ഓർഡർ ഇല്ലെങ്കിൽ നല്ല പോസ്റ്റഡ് കിട്ടും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 7 മാസം മുന്നേ എന്റെ ഷിഫ്റ്റ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 6 to 11 ആയിരുന്നു. സോ ആ സമയങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ 200 രൂപ മാത്രം ഞാൻ കൊണ്ടുപോയ ദിവസങ്ങളുണ്ട്. അതായത് ഉച്ച 12 മണി തൊട്ട് രാത്രി 10 മണി വരെ വർക്ക് ചെയ്തിട്ട് 200 രൂപ പ്രോഫിറ്റ് അടിച്ചിട്ട് മാത്രം പോയ ദിവസങ്ങളുണ്ട്. അന്ന് എനിക്ക് മൊത്തം കിട്ടിയിട്ടുണ്ടാകുന്നത് 380 രൂപയുടെ ഷിഫ്റ്റ്. അന്ന് ഏണിങ്സിനായിരുന്നല്ലോ ഷിഫ്റ്റ്, ഇപ്പോഴല്ല എണ്ണത്തിനാക്കിയത്. അന്ന് 380 രൂപ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 75 രൂപയായിരുന്നു അന്നത്തെ ഇൻസെന്റീവ്. സോ അതടിച്ചിട്ടാണ് ഞാൻ അന്ന് പോയത്. അതെല്ലാം കൂടെ എന്റെ എക്സ്പെൻസ് ഒക്കെ കൂടെ കഴിഞ്ഞപ്പോൾ 200 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ ഈ ഓർഡർ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി തിരിച്ചിങ്ങനെ അലിയുമല്ലോ. അതായത് ഓർഡർ ഇല്ലെങ്കിൽ സോണിന്റെ മുക്കും മൂലയൊന്നും ചിലപ്പോൾ അടിയാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഓർഡർ കിട്ടാൻ വേണ്ടി ടൗൺ ഏരിയ ഭാഗത്തേക്ക് നല്ല ഓർഡർ കിട്ടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ആവുമല്ലോ. അതൊരു ഭയങ്കര ചൊറ പരിപാടിയാണ്. അങ്ങനെ തന്നെ നമുക്ക് പെട്രോളിന്റെ വലിയൊരു എമൗണ്ട് പോയി തുടങ്ങും. ഒരു 10-15 കിലോമീറ്റർ എനിക്ക് ഒന്നും ഓർഡർ ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ ഓടാറുണ്ട്. പക്ഷെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ സോണിന് പുറത്താണെങ്കിലും പക്കായിട്ട് കറക്റ്റ് ഓർഡർ അടിയും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ സൽക്കാര ബൈ പാരഗണിൽ നിന്നും ഓർഡർ എടുത്ത് കസ്റ്റമർ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. കാരപ്പറമ്പ് ഭാഗം സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റിനം എറ്റേണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം. ഇതാണ് പ്ലാറ്റിനം എറ്റേണിയ. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ചേട്ടാ 4 ഏലേക്ക് നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 23 രൂപയുടെ പ്യൂർ സൗത്ത് തന്നെയാണ് നമുക്ക് ഓർഡർ എടുക്കാനുള്ളത്. മുന്നേ കാണുന്ന പ്യൂർ സൗത്ത് അവിടെ തന്നെയല്ലേ? അവിടെ തന്നെയാണ് ഗൈസ്. സോ നമുക്ക് ഇവിടെ തന്നെ റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം. ഇന്നത്തെ ദിവസം തേഞ്ഞ്. കാരണം ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഓർഡർ കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് ആയി. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോണിന് പുറത്തേക്കായിരുന്നു, സോണിന് തൊട്ട് പുറത്തേക്കായിരുന്നു നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് വീണ്ടും ഓർഡർ കിട്ടാനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കിലോമീറ്റർ എനിക്കിപ്പോ നഷ്ടമായി. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയി. ഇപ്പൊ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7:58.
മണിയായി ഗൈസ്. 8 മണിന്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആകെ 2 ഓർഡറാണ്. ലോഗിൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 29 മിനിറ്റായി നമ്മൾ ലോഗിൻ ചെയ്തിട്ട് 1.5 മണിക്കൂറിനടുത്ത്. അപ്പൊ 31 രൂപയാണ് നമ്മൾ ഇതുവരെ ഏണിങ്സ് ഉണ്ടാക്കിയത്. ഇപ്പൊ കിട്ടിയ പൈസയും കൂടെ ചേർത്ത് 50 രൂപയാണ് നമുക്ക് 2 മണിക്കൂറിൽ കിട്ടുന്നത്. എന്റെ മോനെ, നമ്മൾ 9 മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി എടുക്കാറ്. പക്ഷെ 1 മണിക്കൂറിൽ 50 രൂപ വെച്ച് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ 9 മണിക്കൂർ കൊണ്ട് 450 ആവുള്ളൂ. ഇപ്പൊ നമുക്ക് 2 മണിക്കൂർ കൊണ്ടാണ് 50 രൂപ കിട്ടിയത്. അപ്പൊ കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറിന് നമുക്ക് ആകെ കിട്ടുന്നത് 250 രൂപയായി. എനിക്കിന്ന് രാവിലെ വരുമ്പോ തന്നെ നല്ല രീതിക്ക് ഇന്ന് ചടപ്പുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഉറക്കം ഉണ്ടായിരുന്നു. ഞാനിന്ന് കിടന്നുറങ്ങിയാലോ എന്നങ്ങ് വിചാരിച്ചായിരുന്നു. അവിടെ തന്നെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. പ്യൂർ സൗത്ത് റെസ്റ്റോറന്റിൽ എന്തായാലും ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. ഗീ റോസ്റ്റ് ദോശ, മസാല ദോശ, കേസരി, പൂരി ഭാജി, ഉപ്പുമാവ്. ഈ ഓർഡർ ഇപ്പൊ കിട്ടിയ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എനിക്ക് ഇട്ട് തന്നത് എന്തായാലും നന്നായി. ഞാനിങ്ങനെ ചായ കുടിച്ചാലോ എന്നുള്ളൊരു ആലോചനയുമായി നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നാള് ഒരു ഓർഡറും കൊണ്ട് നമ്മുടെ വെസ്റ്റ് ഹിൽ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിക്കാൻ പറ്റി. സാധാരണ നമ്മളിത് ഈ ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് പോയിട്ട് ഇഡ്ഡലി കടയിൽ നിന്ന് ഇഡ്ഡലി ആയിരുന്നു കഴിക്കാറ്. അവിടെ നിന്ന് നമ്മൾ 3 ഇഡ്ഡലി ഒരു ചായയും കുടിക്കുന്ന സമയത്ത് 40 രൂപയാവും. അതേപോലെ തന്നെ എനിക്ക് ഒരു റെസ്റ്റോറന്റ് പുതിയത് കിട്ടി ഗൈസ്. ഇവിടെ ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയാണ്. 15 രൂപയാണ് ഒരു ദോശക്കുള്ളത്. അത് അത്യാവശ്യം വലിയ ദോശയാണ്, ഞാൻ കാണിച്ചു തരാം. തന്നെയല്ല, നമുക്ക് 3 ദോശ മേടിക്കുന്ന സമയത്ത് 45 രൂപയാവും. വിത്ത് നമുക്ക് ഈ ചട്നിയും സാമ്പാറും പരിപാടികളും ഒക്കെ കിട്ടും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇഡ്ഡലിയും ചട്നിയും മാത്രമല്ലേ കിട്ടുള്ളൂ. ഇത് ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, 3 വലിയ ദോശയും കിട്ടും. അത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഉച്ച 2 മണി വരെയൊക്കെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിഗ്ഗിയിലേക്ക് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ട്. കാരണം ഓർഡറും ഇല്ല, പൈസയും ഇല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കം കൊഴിഞ്ഞ് നമ്മുടെ സ്വിഗ്ഗിയുടെ സോണിലെത്താൻ, ഫുഡ് കഴിക്കാൻ, തിരിച്ചു പോവാ. ഇതാണ് ഇപ്പൊ എന്റെ ആകെ കൂടെയുള്ള ഡ്യൂട്ടി. എന്തായാലും ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെസ്റ്റ് ഹിൽ ഭാഗത്തേക്കാണ് സുഹൃത്തുക്കളെ. ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാവിലത്തെ ചായ കുടിക്കാൻ പോവാണ്. നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജാനു ഹൗസ്, KCB പോസ്റ്റ് നമ്പർ PR 11, PR 45. ഇതാണ് നമ്മുടെ ജാനു ഹൗസ്. ഓക്കെ, ഫ്രീഡം വാ. ഓ കോപ്പ്, ഞാൻ ഡ്യൂട്ടി ഓഫ് ആക്കിയിടാൻ പോവായിരുന്നു. ദക്ഷിണ വെച്ച് നമുക്ക് 3ാമത്തെ ഓർഡർ കിട്ടിയ. ഇനി എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഞാനിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡ്യൂട്ടി ഓഫ് ആക്കിയാലോ എന്ന് ആലോചിച്ചുള്ളൂ. അപ്പോഴാണ് നമുക്ക് 3ാമത്തെ ഓർഡർ വരുന്നത്. അതാണ് മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് സ്വിഗ്ഗിയുടെ ഒരു ലൈന്. എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്, ഒരു വെജ് റെസ്റ്റോറന്റ് ആണ്. ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന സമയത്ത് നമുക്ക് വെജ് റെസ്റ്റോറന്റ് ആണല്ലേ. അതാകുമ്പോൾ ചട്നി ഫ്രീ കിട്ടും. ബട്ട് നമുക്ക് റെസ്റ്റോറന്റ് തുറന്നിട്ടില്ല ഗൈസ്. ദേ റെസ്റ്റോറന്റിന്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇത്രയും ബിൽഡപ്പ് ഇട്ട് കേട്ടിട്ടൊന്ന് റെസ്റ്റോറന്റ് തുറന്നെങ്കിലും വെച്ചുകൂടെ. ഇപ്പൊ സംഭവം പറഞ്ഞ റെസ്റ്റോറന്റ് ഇതാണ്, ശ്രീകൃഷ്ണ ഭവൻ പ്യൂർ വെജിറ്റേറിയൻ. സംഭവം അടിപൊളിയായിരുന്നു, പക്ഷെ തുറന്നില്ല. ഇനിയിപ്പോ എന്തായാലും ദക്ഷിണ വെജിലേക്ക് തന്നെ പോവാം. ഈ ദക്ഷിണ വെജ് എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. പക്ഷെ അവിടെ ദോശയൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് 3 ദോശയും ചായയൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 100 രൂപയുടെ പുറത്തേക്ക് പോകും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ GST ഉണ്ടാവും, സർവീസ് ചാർജ്, മറ്റേ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമല്ലോ. നോർമൽ ഹോട്ടലിന് കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ GSTയും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് ആ ചാർജ് നമ്മൾ കൊടുക്കണ്ട. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ 3ാമത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി ദക്ഷിണ വെജിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല കിടിലം ബ്ലോക്കാണ് പല സ്ഥലങ്ങളിലും. ബസ്സൊന്നും നേരെയല്ല റോട്ടിൽ കൂടെ പോകുന്നത്, വിലങ്ങനെയൊക്കെയാണ് റോട്ടിൽ കൂടെ പോകുന്നത്. ഓ, ദക്ഷിണ വെജിലൊക്കെ രാവിലെ കിടിലോസ്കി തിരക്കാണല്ലോ. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല മാല ഇടുന്ന ആൾക്കാരും മലയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. 8, 6, 5, 3 പൂരി ഭാജി, 4 വട, ഒരു ഗീ റോസ്റ്റ് പൊടി ദോശയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനുണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെയാണല്ലോ നമ്മൾ ഇഡ്ഡലി കട. അപ്പൊ ഞാൻ അവിടുന്ന് 3 ഇഡ്ഡലിയും ഒരു ചായയും ഒരു വടയും കഴിച്ചു. അങ്ങനെ രാവിലത്തെ എക്സ്പെൻസ് മാത്രമായിട്ട് നമുക്ക് 54 രൂപയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചാലപ്പുറം ഭാഗത്തുള്ള ശ്രീനിവാസ് അപ്പാർട്ട്മെന്റിലേക്കാണ്. പോകാനുള്ള ദൂരം വരും 2 കിലോമീറ്റർ മാത്രമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. ഗൈസ്, നമ്മൾ അങ്ങനെ ശ്രീനിവാസ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൗസ് നമ്പർ O ആണ്, 2nd ഫ്ലോറിൽ. നമുക്ക് സെക്യൂരിറ്റി ചേട്ടന്റെ സെക്യൂരിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. 2nd ഫ്ലോർ ഓയിലേക്ക് അപ്പറല്ലേ. സെക്യൂരിറ്റി ചേട്ടൻ കൊള്ളാം ഗൈസ്. നമ്മളോട് ഇതുവഴി സ്റ്റെപ്പ് കയറാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് 2nd ഫ്ലോറിൽ O. ചേച്ചി, രാജീവ് ഇവിടെയാണോ? ആ, ഓക്കെ. ഈ അപ്പാർട്ട്മെന്റിന്റെ ഏത് ടവറിലാണ്? മീൻസ് ലാസ്റ്റ് ടവറിലാണോ അല്ലെങ്കിൽ കയറി? ആ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ശരി ശരി.
അങ്ങനെ നമ്മുടെ 4ാമത്തെ ഓർഡർ നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മാങ്കാവ് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. ഇപ്പൊ കുറച്ച് ഓർഡറൊക്കെ മൂവ് ആവുന്നുണ്ട് കേട്ടോ. എനിക്കിന്ന് ക്യാഷ് ഓൺ ഡെലിവറി കുറച്ച് അധികം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി വലിയ എമൗണ്ട് കിട്ടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ EMI ഒക്കെ ഉള്ളവർക്ക് ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് കിട്ടും. ഒരു 2000-2500 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ 3000 രൂപ EMI ഉള്ളവന് ഒറ്റയടിക്ക് 2500 രൂപ കിട്ടുമ്പോൾ വലിയൊരു ലാഭമല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓർഡർ എടുക്കാനായിട്ട് ഇൻസ്റ്റാമാർട്ടിലേക്ക് പോവാം. സോ ഗോ ടു ദ ഇൻസ്റ്റാമാർട്ട്. എന്റെ അമ്മോ, എത്ര ഡെലിവറി ബോയ്സോ! ഒന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ടല്ലോ. ഇന്ന് ഇൻസ്റ്റാമാർട്ട് പെരു ഓർഡറാന്ന് തോന്നിട്ടോ. എത്ര ഡെലിവറി ബോയ്സ് അതിനകത്ത് ഓർഡറിന് വേണ്ടി നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഗീതം അപ്പാർട്ട്മെന്റ് ആണ്. ഈ ഗീതം അപ്പാർട്ട്മെന്റിന് പ്രത്യേകതയുണ്ട്. ഈ 4-5 ഫ്ളാറ്റിന് നെയിമുകൾ വന്നിട്ട് ഈ സംഗീതമായി ബന്ധപ്പെട്ടാണ്. ഉദാഹരണത്തിന് താളം, നാദം, സ്വരം, ഈണം, മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനെ ഉള്ള എന്നീ പറഞ്ഞിട്ടുള്ള പേരുകളാണ് ഈ ഗീതം അപ്പാർട്ട്മെന്റിൽ ഉള്ളത്. സോ നമുക്കിപ്പൊ കിട്ടിയത് ഗീതം അപ്പാർട്ട്മെന്റിലെ നാദം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ്. ഇതാണ് നമ്മുടെ ഗീതം അപ്പാർട്ട്മെന്റ്. ഇവിടെ കേറുമ്പോ തന്നെ ഫസ്റ്റ് ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വീട്ടുപേര്. പിന്നെ തൊട്ടപ്പുറത്ത് സ്വരം, ഇവിടെ താളം, ഇവിടെ ലയം. ഓക്കെ, ശരി. നന്നായി ഓർഡർ കിട്ടുന്ന സമയത്ത് ഹോട്ടലിൽ ഇങ്ങനെ പോസ്റ്റഡ് കിട്ടുന്നത് എന്തൊരു കഷ്ടമാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോ പാരഗൺ ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയത്. ട്രെയിനൊന്നും വരുന്നില്ലല്ലോ, പറയാൻ പറ്റൂലേ. നമുക്ക് ട്രെയിൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മൾ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇപ്പൊ പാരഗണിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് 12 to 3 സർജ് അവൈലബിൾ ആണ്. പക്ഷെ ഇങ്ങനെ പോസ്റ്റഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് സർജ് ഇതോടങ്ങ് തീരും. എന്റെ പൊന്നളിയ, ഞായറാഴ്ച ഇങ്ങോട്ട് ഓർഡർ കിട്ടാത്തതാണ് നല്ലത്. ഭാഗ്യത്തിനാണ് നമുക്ക് 5 മിനിറ്റ് റെഡി ആയത്. ഇതൊന്ന് നോക്കിയ കേസ് എനിക്ക് തോന്നുന്നു ഒരു 18 ബൈക്കെങ്കിലും 18 സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ഇവിടെ വെയിറ്റിംഗ് ആയിരിക്കുള്ളൂ. 07:55 റെഡി അടിച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ സൽമാനുവൽ ഫാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വിഗ്ഗി ഹാൻഡ്ലർ, പുള്ളിക്കാണ് ഈ ഓർഡർ കൊടുക്കേണ്ടത്. അതറിയാലോ അല്ലേ, പുതിയൊരു അപ്ഡേറ്റ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് കസ്റ്റമറെയും കാത്തിനി ഇരിക്കേണ്ട ആവശ്യമില്ല. അതായത് കസ്റ്റമർ ഇപ്പൊ കണ്ണൂർ നിന്നൊക്കെ ഇവിടേക്ക് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണല്ലോ, ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളാണെങ്കിൽ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കസ്റ്റമറെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇനി ആ പ്രശ്നമില്ല. സ്വിഗ്ഗി ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ട് തന്നെ സ്വിഗ്ഗിയുടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് അവിടെ ഉണ്ടാവും. പുള്ളിക്കാരനും കൊടുത്തിട്ട് ഒരു OTP ഉണ്ടാവും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്നൊരു സൂയിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മാനസിക ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ അല്ലേ, ഇവിടെ നിൽക്കുമ്പോ തന്നെ കായും കാലും പറിക്കുന്നത്. എനിക്കില്ലേ ഗൈസ്, 12 മണിക്ക് സർജ് ഇട്ട് തന്നിട്ട് 11:55 നമുക്കൊരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് ഓർഡർ ഇട്ട് തന്നു ഗൈസ്. എന്താ അല്ലേ, ഞാനത് കൊടുത്ത് വരുമ്പോഴേക്കും 12:45. അത് നമുക്ക് സോണിന് പുറത്തേക്കായിരുന്നു ആ ഓർഡർ. 12:45 ഞാൻ തിരിച്ച് സോണിലെത്തിയ സമയത്ത്. പിന്നെ അടുത്തൊരു ഓർഡർ അടിക്കുന്നത് 1 മണിക്കാണ്. അതായത് സർജന്റെ ആ ഒരു സമയത്ത് നമുക്ക് 1 മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. പുള്ളിക്കാരൻ അവിടെയാണുള്ളത്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ട് മുന്നത്തെ ഓർഡർ എനിക്ക് റെയിൽവേയിലേക്ക് തന്നെയായിരുന്നു. എമ്മാതിരി തിരക്കാന്നറിയോ. ഞാൻ വന്ന സമയത്ത് നേരത്തെ ഒരു ട്രെയിൻ വന്നങ്ങ് നിന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ വണ്ടി വെക്കാം. ഇവിടെ ഒരുപാട് സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് വണ്ടി വെച്ചിട്ടുണ്ട്. 07:55 സർജ് നമുക്ക് 12 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ സമയം 1:30 മണിയായി. ഈ 1:30 മണിക്കൂർ കൊണ്ട് ഇപ്പോഴാണ് സർജ് ഉള്ള ഒരു ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാച്ച് ഓർഡർ വീണ്ടും പാരഗൺ റെസ്റ്റോറന്റ്. നേരത്തെ നമ്മളെ പാരഗണിലേക്ക് റെയിൽവേ ക്രോസ് ഒക്കെ ചാടി കടന്നാണ് വന്നിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിലെ ഭാഗത്തേക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പം അങ്ങനെ വരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല നേർവഴിക്ക് ബൈക്കിന്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. ഈ 2 ഓർഡറും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തങ്ങ് പോവാമായിരുന്നു. എന്റെ അമ്മേ, നേരത്തെ കണ്ടതിനേക്കാളും കൂടുതലാണല്ലോ ഇപ്പൊ ബൈക്ക്. എന്തുവാടെ ഇത്. ഭാഗ്യത്തിന് റെഡി അടിച്ചിട്ടുണ്ട്. ചേട്ടാ 8:55 40 8:55 ഉണ്ട് കേട്ടോ മുകളില്. അയ്യോ എന്റെ പൊന്നെ, ഇതാരാണ്? ഇതിന്റെ സൈഡിൽ കൂടെ ഞാനവിടെ പോയാലോ.
ഓക്കെ, അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഭാഗത്തേക്കാണ് സുഹൃത്തുക്കളെ. എറിഞ്ഞിപ്പാലാണ്, വീടിന്റെ ഭാഗത്തേക്കല്ല, പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ ആണത്. കറന്റ് ഇപ്പൊ നമ്മൾ 14 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബാച്ച് ഓർഡറും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ 16 ഓർഡർ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്താണ് മൂന്നാമത്തെ സ്ലാബ് അടക്കം കംപ്ലീറ്റ് ആവുന്നത്. മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും 24 എണ്ണം ആവണം. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിയൊക്കെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ 24 എണ്ണം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 900 രൂപയ്ക്ക് അടുപ്പിച്ച് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ എന്തായാലും കറന്റ് 110 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ അടിക്കണമല്ലോ, കാലം ഒരു 100 രൂപയ്ക്ക് മതി. ഇവനൊരു പണി കൊടുക്കാം, വെറുതെ ഇരിക്കുന്നല്ലേ. 100 अब किधर से? यूपी. नाम क्या है? निरंजन. സമയം അങ്ങനെ 2:30 മണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് 3 മണി വരെയാണ് സർജ് ഉള്ളായിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കറന്റ് 17 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ നമുക്ക് 18ാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് അലങ്കാർ റെസ്റ്റോറന്റിൽ നിന്നും. ഞാൻ മിക്കവാറും അടുത്തൊരു ഓർഡറും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നാട്ടിലേക്ക് പോകും. കാരണം 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ മൂന്നാമത്തെ സ്ലാബ് അങ്ങ് തീരും. അത് മാത്രമല്ല, എനിക്കിപ്പോ ടൈം നോക്കിയാണ് ഞാൻ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്. കാരണം നമ്മൾ പൈസയോന്ന് വെച്ചിട്ട് ഓടാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നിനും സമയം കാണൂല. എനിക്കിപ്പോ ഇന്നത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം എനിക്ക് ആവശ്യമാണ്. പോരാതെ നമ്മൾ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് എല്ലാവരും തന്നെ വർക്കൗട്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞാൻ വർക്കൗട്ട് ഇപ്പൊ ഡെയിലി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ സമയം ആവശ്യമാണ്, കൂടെ നമുക്ക് പണവും വേണം. അപ്പൊ 3 മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താം. പകുതി ബാക്കി എഡിറ്റ് ഒക്കെ ചെയ്ത് വീട്ടുകാരോടൊക്കെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഒരു 7 മണിക്ക് നമുക്ക് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. മറ്റു നമുക്കൊന്നിനും സമയം കാണൂല. 2 വീറ്റ് പൊറോട്ട, ഒരു ഐക്കൂറ മുളകിട്ടത്. ഓ മൈ ഗോഡ്. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 24 ഓർഡർ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഇനി നമുക്കൊരു 5 ഓർഡർ 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ടോട്ടൽ ഇൻസെന്റീവ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ വീട്ടിൽ പോകാറുണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു 900 രൂപ 1000 രൂപയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാകാം. പക്ഷേ ഹെൽത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ വെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടെയായിട്ടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഫാറ്റി ലിവർ ആണെന്നുള്ള കാര്യം. സോ നിങ്ങളൊരു ലാബ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. എനിക്കുണ്ടല്ലോ പ്രഷർ ഡൗൺ ആണ്, ഷുഗർ ഭാഗ്യത്തിന് നോർമൽ ആണ്, അതുപോലെ തന്നെ ഫാറ്റി ലിവറും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ വേറെ എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്തോ, പക്ഷെ വർക്കൗട്ട് ചെയ്ത് ജിമ്മിൽ പോയി നമ്മൾ ഒരു സൈഡിൽ കൂടെ ബോഡി നന്നാക്കുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ ഈ പുകവലിയും മദ്യപാനവും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് നശിപ്പിക്കാതിരുന്നാൽ മതി. മേ ബി നമുക്ക് അടുത്ത ഓർഡർ കിട്ടുന്നത്, അതായത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഓർഡർ കിട്ടുന്നത് എനിക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തന്നെയായിരിക്കും. ഈ ഭാഗത്തേക്ക് തന്നെയാണ് എന്റെ വീടിന്റെ ഭാഗം എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് നമുക്കൊരു 5-8 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഈ ഭാഗത്തേക്കാണ് കിട്ടുന്നതെങ്കിൽ അത് കൊടുത്തിട്ട് അത് വഴി അങ്ങ് നമുക്ക് പോവാം ഗൈസ്. നോക്കാം. എന്തായാലും ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ലോങ് ആണ്. 50 രൂപയുടെ ഓർഡർ ആണ് ഇത് കിട്ടിയിരിക്കുന്നത്. എലത്തൂർ ഭാഗത്തേക്കാണ്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നമ്മളങ്ങനെ ഈ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ കസ്റ്റമർ ലൊക്കേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. റെയിൻബോ എന്നാണ് വീട്ടുപേര്. ഇതാണ് ലൊക്കേഷൻ, റെയിൻബോ. ഗേറ്റ് ലോക്ക് ആണല്ലോ. നന്നായി. ഞാൻ അവിടെ വീടിന്റെ പുറത്തുണ്ടായിരുന്നു, ഗേറ്റ് ലോക്കാ. 2:37 3 മണി വരെയാണല്ലോ നമുക്ക് സർച്ച് ചെയ്ത്. വേഗം കൊടുത്തിട്ട് വേഗം സോണിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓർഡറും കൂടെ സർച്ച് ഉള്ളത് കിട്ടുമായിരുന്നു. ഓക്കെ ചേട്ടാ, അത് ഒരുമാതിരി മറ്റടുത്ത പരിപാടി ആയിപ്പോയല്ലോ. നമ്മള് 2:45 ഓർഡർ കൊടുത്തിട്ട് 3:30 ഇപ്പൊ സമയം. 3/4 മണിക്കൂർ ഇപ്പൊ പോസ്റ്റ് കിട്ടി. അവസാനത്തെ ഓർഡർ കിട്ടാനായിട്ട് ഇത്ര ടൈമോ? നമ്മള് വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ടാണോ എന്നോട് പിണക്ക? നമ്മളിത് കൊടുത്തിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു. ഓർഡർ അടിയുന്നേ ഇല്ല. ഒരൊറ്റ ഓർഡർ ഒരു 20 രൂപയുടെ കിട്ടി കഴിഞ്ഞാൽ അത് വഴി അങ്ങ് ഒറ്റ പോക്ക് പോവായിരുന്നു. എന്റെ പൊന്ന് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ അടിഞ്ഞത് എനിക്ക് തോന്നുന്നു ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ എനിക്ക് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 2.5 മണിക്ക് ഓർഡർ കിട്ടിയിട്ട് പിന്നെ അടുത്ത ഓർഡർ അടിയുന്നത്, ലാസ്റ്റത്തെ ഓർഡർ അടിയുന്നത് 4:30 മണിക്കാണ്. ഓൾമോസ്റ്റ് 2 മണിക്കൂറാണ് നമുക്ക് പോസ്റ്റ് കിട്ടിയത്. അത് ഒരു ഓർഡറിന് വേണ്ടി. സ്വിഗ്ഗി മനഃപൂർവ്വം ചെയ്താണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 2 മണിക്കൂറൊന്നും ഒരു പോസ്റ്റ് ഇങ്ങനെ തരാറില്ല. അതും ഞാൻ ഓർഡർ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന സോണിൽ ഏറ്റവും മൂട്ട് പോയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമാണ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് ടോട്ടലി 994 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ക്യാമറേൻ്റെ മുകളിൽ കൂടെ സ്ക്രീൻ പൊട്ടിയത് കൊണ്ട് എന്നെ മേ ബി 2 നൈറ്റ് കാണുന്നുണ്ടാവും നിങ്ങൾ.
അതൊക്കെ മാറ്റണം ഗൈസ്. അപ്പോൾ 994 രൂപയാണ് നമുക്ക് ഏണിങ്സ് കിട്ടിയത്. ഞാൻ ടോട്ടലി ഒരു 140-150 കിലോമീറ്റർ 300 രൂപ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് കരുതണം. 100 രൂപ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഫുഡ് എക്സ്പെൻസ് ആയിട്ട് കരുതണം. ഓൾമോസ്റ്റ് നമുക്ക് 350-400 രൂപേൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. സോ 1000 നിന്ന് 400 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 600 രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ്. ശോകമാണ് ഗൈസ്. 600-700 രൂപേൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ വ്ളോഗ്. ഈ സൺഡേ ഒക്കെ ഭയങ്കര ശോകമാണ്. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.